ഹായ് ഓൾ, വെൽക്കം ടു കെം ആൻഡ് ക്രഞ്ച്. ഇന്ന് നമ്മൾ HSC+1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ 4 to 6 മാർക്കാണ് നമുക്ക് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സ്ഥിരമായിട്ട് നമുക്ക് ചോദിച്ച് കാണാറുള്ള കുറച്ച് സെഷൻസ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. രണ്ട് മെയിൻ ആസ്പെക്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സെറ്റ് ആണ്. കുറച്ച് ടൈപ്പ് ഓഫ് സെറ്റ് നമ്മൾ പഠിക്കും. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ് ആണ്. അതായത് ടൈപ്പ് ഓഫ് സെറ്റും ഓപ്പറേഷൻസ് ഓൺ സെറ്റും മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ടൈപ്പ് ഓഫ് സെറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള മേജർ ആയിട്ടുള്ള ടൈപ്പ് ആണ് എം ടി സെറ്റ്, അതുപോലെ ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനൈറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ടൈപ്പ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന സെഷനകത്ത് നിന്ന് എക്സാമിന് ചോദിച്ചു കാണാറുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. 4 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സെറ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് സെറ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്. ഈ 4 ഓപ്പറേഷൻസും ആണ് ഈ ചാപ്റ്ററിന്റെ മേജർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ഥിരമായിട്ട് നമ്മൾ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ 4 to 6 മാർക്കിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? ഈ ടൈപ്പ് ഓഫ് സെറ്റിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ബാക്കി വരുന്ന മാർക്ക് എല്ലാം നമുക്ക് ഓപ്പറേഷൻസ് ഓൺ സെറ്റ് എന്നാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. സോ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് നമ്മൾ സ്ട്രെസ് ചെയ്ത് അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടൈപ്പ് ഓഫ് സെറ്റും ഓപ്പറേഷൻസ് ഓഫ് സെറ്റും പറഞ്ഞത് കൂടാതെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള വേറൊരു സെഷനാണ് നമ്മുടെ ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിമോർഗൻസ് ലോ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൂഫ് എന്താണ് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ജനറൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ചാപ്റ്ററിന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് എന്തിനെ പറ്റിയാണ്? സെറ്റിനെ പറ്റിയാണ്. അപ്പൊ സെറ്റ് എന്താണ് എന്നുള്ള ഐഡിയ നമുക്ക് ആദ്യം വേണം. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്ട്സിന്റെ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിട്ടുള്ള സെറ്റിനെയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ സെറ്റ് എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കണം? ആ ഒബ്ജക്ട്സ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിരിക്കണം. അതായത് വെൽ ഡിഫൈൻഡ് കളക്ഷൻസിനെ മാത്രമേ നമ്മൾ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നമ്മൾ സെറ്റിനകത്ത് എഴുതുന്ന ഓരോ ആളെയും അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ മെയിൻ ആയിട്ട് വിളിക്കുന്നത് ഒബ്ജക്ട്സ്, എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന പേരിലൊക്കെയാണ്. ഇതൊക്കെ എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു സെറ്റിനകത്തുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇനി എങ്ങനെ നമ്മൾ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ ലെറ്റർ ABC അല്ലെങ്കിൽ XYZ, ഈ ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റിനെ ആസ് എ ഹോൾ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ എലമെന്റ്സിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ സ്മോൾ ലെറ്റർ ABC അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ XYZ ഇതൊക്കെ മീൻ ചെയ്യുന്നത് എലമെന്റ്സ് ഓഫ് മെമ്പർ ആണ്. അതായത് എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആണ് നമ്മൾ അവിടെ മീൻ ചെയ്യുന്നത്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീക്ക് സിമ്പിൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പേരാണ് എപ്സിലോൺ. ഈ എപ്സിലോണിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ബിലോങ്സ് ടു എന്നാണ്. അതായത് എപ്സിലോൺ എന്ന് എഴുതി കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ എ എപ്സിലോൺ, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ലെറ്റർ എ ഒരു എലമെന്റ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ എ ഒരു സെറ്റ് ആണെങ്കിൽ ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ എ ബിലോങ്സ് ടു എ എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സെറ്റിനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സെറ്റ് ഓഫ് സ്പോർട്സ്. അതായത് കുറച്ച് സ്പോർട്സ് ഇവിടെ തന്നിട്ടുണ്ട്. ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ടെന്നീസ് ഉണ്ട്. ഈ 3 സ്പോർട്സിന്റെയും ഒരു സെറ്റിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എസ് വെച്ചിട്ട് നമുക്ക് ഈ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ ഇതിനെ സെറ്റിനെ നമ്മൾ എഴുതുന്നത് സെറ്റ് ഓഫ് ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ്. ഈ രീതിയിലാണ് നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഈ ബ്രാക്കറ്റിനുള്ളിൽ ഓരോ എലമെന്റ്സിനെയും നമ്മൾ കോമ വെച്ച് ഇട്ടിട്ടാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സെറ്റിന്റെ റെപ്രസെന്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് വരും. സോ ഇപ്പൊ ജനറൽ ആയിട്ട് എന്ത് മനസ്സിലാക്കുക, ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റിനകത്ത് അതിലെ എലമെന്റ്സിനെ എല്ലാം എടുത്ത് എഴുതുന്നതിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള സെറ്റ് ഓഫ് സ്പോർട്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ക്രിക്കറ്റും ഫുട്ബോളും ടെന്നീസും ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. നമ്മളിപ്പോ പറഞ്ഞു ബ്രാക്കറ്റിനകത്ത് എഴുതാമെന്ന്. അതേപോലെ 2 രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ മെയിൻ ആയിട്ട് 2 വേസിലാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഓരോ എലമെന്റ്സിനെയും, അതായത് ആ സെറ്റിനകത്തുള്ള ഓരോ എലമെന്റ്സിനെയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ബ്രാക്കറ്റിനകത്താണ് എഴുതുക എന്നുള്ളത് പറഞ്ഞു. ഇപ്പൊ ഒരു സെറ്റിനകത്ത് എ കോമ ബി കോമ സി 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ റോസ്റ്റർ ഫോമിൽ നമ്മൾ എഴുതുന്നത് ഈ രീതിയിലാണ്. ബ്രാക്കറ്റിനകത്ത് ഓരോ എലമെന്റ്സിനെയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. ഇതാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് വേ ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോം ആണ്. അപ്പൊ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ നമുക്ക് ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടത് ഒരു കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. എക്സിന്റെ അല്ലെങ്കിൽ അതിലെ എലമെന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ആ കോമൺ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ജനറൽ ആയിട്ട് ആ പ്രോപ്പർട്ടി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്ന സെക്കൻഡ് ഫോമിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് all x such that, ഇത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, സെറ്റ് ഓഫ് all x such that പ്രോപ്പർട്ടി ഓഫ് എക്സ്, പ്രോപ്പർട്ടി ഓഫ് എക്സ്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ പ്രോപ്പർട്ടിയെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി വെച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മളിപ്പോ നേരത്തെ റോസ്റ്റർ ഫോമിൽ എഴുതിയ ഒരു സെറ്റ് ഉണ്ടല്ലോ, സെറ്റ് എ ബി സി, അതിനെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്? ആൽഫബറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ആൽഫബറ്റ്സ് എ കോമ ബി കോമ സി. അപ്പൊ ഇതിനെ നമ്മൾ റോസ്റ്റർ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിലേക്ക്, ഈ തന്നിട്ടുള്ള റോസ്റ്റർ ഫോമിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് an alphabet up to സി എന്ന് എഴുതാം. അതായത് സി വരെയുള്ള ആൽഫബറ്റ്സിനെയാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഉണ്ടാവും. അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുന്ന സമയത്ത് ഈ രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, റോസ്റ്റർ ഫോം അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിനകത്ത് ഓരോ എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്തിട്ട് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിനകത്ത്, അവിടെ പേര് തന്നെ ഉണ്ട്, സെറ്റിനെ നമ്മൾ ബിൽഡ് ചെയ്യാണ്.
അപ്പൊ ബിൽഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഫോം അല്ല, സെറ്റിനെ ബിൽഡ് ചെയ്ത് നമ്മൾ എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എലമെന്റൽ ഫോമിലേക്ക് വരത്തുള്ളൂ. സോ പ്രോപ്പർട്ടി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് സെറ്റ് ബിൽഡർ ഫോമും ഓരോ എലമെന്റിനെയും ലിസ്റ്റ് ചെയ്യുന്നത് റോസ്റ്റർ ഫോമും. ഇത്രയും കൃത്യമായിട്ടുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുള്ള സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക എന്നുള്ളത്, അതേപോലെ റോസ്റ്റർ ഫോം തന്നിട്ടുള്ളതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുക എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ നമുക്ക് എക്സാമിന് ഒരു 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോം. ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ ടാസ്ക്. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -1 പ്ലസ് ഓർ മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. അപ്പൊ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? -2 അല്ലെങ്കിൽ 1 ആണ് നമുക്ക് സൊല്യൂഷൻ സെറ്റ് വരുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് -2 അല്ലെങ്കിൽ 1 ആണ്. ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞത്. റോസ്റ്റർ ഫോം നമുക്കറിയാം, ഓരോ എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്തിട്ട് കോമ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സെറ്റ് നമ്മൾ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് -2, 1. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. റോസ്റ്റർ ഫോമില് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 4, 9, 16, 25 ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഈ തന്നിട്ടുള്ള സെറ്റിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതണം. സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വേണ്ടത്? ഒരു കോമൺ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. അപ്പൊ ഇവിടുത്തെ എലമെന്റ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ കോമൺ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് സ്ക്വയർ ആണ്. അതായത് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അതായത് സ്ക്വയേഴ്സ് ആണ് നമുക്ക് ഇവിടെ സെറ്റിൽ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്കറിയാം, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്ന സമയത്ത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ ഇവിടുത്തെ പ്രോപ്പർട്ടി എഴുതണം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. ഇനി എൻ എന്താണെന്നുള്ളതും കൂടെ നമ്മൾ പറയണം. എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എൻ, അതായത് നാച്ചുറൽ നമ്പറിൽ ബിലോങ് ചെയ്യുന്ന എന്നിന്റെ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ എന്ത്? സെറ്റ് ബിൽഡർ ഫോം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഒരു 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. സെറ്റ് ബിൽഡർ ഫോമിനെ നമ്മൾ പ്രോപ്പർട്ടി എടുക്കുക, പ്രോപ്പർട്ടീനെ വെച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ആ പ്രോപ്പർട്ടി എന്താണോ അതെടുത്ത് എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നമുക്കിവിടെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്, അതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പൊ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണെന്ന്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇതാണ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇതില് എന്തുകൂടെ അവർ പറഞ്ഞിട്ടുണ്ട്? എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആവണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള 40ൽ താഴെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള നമ്പർ ഏതാ വരുന്നത്? 36 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 6 ആവുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 ആവും. ഇതാണ് മാക്സിമം വരുന്നത്. 40യേക്കാളും ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 വരും. എക്സിന്റെ വാല്യൂ 6 വരെ ആവാം. അപ്പൊ ഇവിടുത്തെ എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? എലമെന്റ്സ് എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. 7 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ 49 വരും. സോ ആ എലമെന്റ് ഈ തന്നിട്ടുള്ള റോസ്റ്റർ സെറ്റ് ബിൽഡർ ഫോമിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം?
എ ഈക്വൽ ടു സെറ്റ് 1,2,3,4,5,6 ഇങ്ങനെ എഴുതാം. ഇതാണ് എന്ത് ഇതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെഷനകത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിലാക്കുക, സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോമിൽ ആക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈപ്പ് ഓഫ് സെറ്റിലെ ഫസ്റ്റ് ടൈപ്പ് ആണ് എം ടി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. ഇതൊക്കെ എന്താണ് മീൻ ചെയ്യുന്നത്? പേര് തന്നെ ഉണ്ട്, ആ സെറ്റ് എന്താണ്? എം ടി ആണ്. സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എം ടി സെറ്റ് എന്ന് വിളിക്കുന്നത്. എ സെറ്റ് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ് ഈസ് കോൾഡ് എം ടി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. ഇനി ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമുക്ക് 5 വെച്ച് എം ടി സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എലമെന്റ്സ് ഇല്ലാത്ത ഒരു സെറ്റ് എടുത്തിട്ടാൽ മതി. ഈ രണ്ട് രീതിയിൽ നമുക്ക് നൾ സെറ്റിനെ അല്ലെങ്കിൽ എം ടി സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 5 അല്ലെങ്കിൽ ഒരു എം ടി ബ്രാക്കറ്റ്സ്. ഇനി ഇതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 where x is a natural number, x belongs to n ആണ്. എക്സ് നാച്ചുറൽ നമ്പർ ആവുന്ന സമയത്ത് ഒന്നിനും രണ്ടിനും ഇടയ്ക്കാണ് എക്സ് എങ്കിൽ ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് വേറൊരു നാച്ചുറൽ നമ്പർ ഇല്ല. സോ ആ സെറ്റ് എന്താണ്? ഒരു എം ടി സെറ്റ് ആണ്, അതിനകത്ത് എലമെന്റ്സ് ഇല്ല. ഇതിനെ നമ്മൾ 5 വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇതൊരു എം ടി സെറ്റിന് എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്. കണ്ടന്റ് ക്ലിയർ ആണ്. എം ടി സെറ്റ് പേര് തന്നെയുണ്ട്, എം ടി ആയിട്ടുള്ള സെറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഇതും പേര് തന്നെ നമുക്ക് കിട്ടും. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കും. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും ഒരു ഫൈനൈറ്റ് സെറ്റിനകത്ത് ഉണ്ടാവുക. എന്നാൽ ഇൻഫൈനൈറ്റ് സെറ്റിനകത്തോ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. സിമ്പിൾ ആണ്. എ സെറ്റ് വിച്ച് ഈസ് എം ടി or has a definite number of elements is called finite set. അവിടെ ഒരു പോയിന്റ് കൂടെ അവർ പറയുന്നുണ്ട്, എം ടി സെറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എം ടി എന്നുള്ള ആ ഒരു ടേം നമ്മൾ നോക്കി വെക്കണം. എം ടി സെറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ സെറ്റ് വിച്ച് ഹാസ് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ് ഈസ് കോൾഡ് ഇൻഫിനൈറ്റ് സെറ്റ്. ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള സെറ്റിനെ ഇൻഫിനൈറ്റ് സെറ്റ് എന്ന് പറയും. ഇനി ഇതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ടാവും? 7 ഡേയ്സ് ഉണ്ടാവും. സൺഡേ മുതൽ നെക്സ്റ്റ് എന്താണ് സാറ്റർഡേ വരെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 7 ഡേയ്സ് ആണ് ഉണ്ടാവുന്നത്. അത് ഫൈനൈറ്റ് ആണ്, നമുക്ക് ഡെഫിനിറ്റ് നമ്പർ ആണ്. ഇനി നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന റിയൽ നമ്പറും നാച്ചുറൽ നമ്പറും ഒക്കെ എവിടെ എൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഇൻഫിനിറ്റിയിലാണ് എൻഡ് ചെയ്യുക. സോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ, സെറ്റ് ഓഫ് റിയൽ നമ്പർ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ ലൈൻ. ഒരു ലൈനിലെ പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എത്രത്തോളം അടുപ്പിക്കാൻ പറ്റുന്നോ അത്രത്തോളം പോയിന്റ്സ് നമുക്ക് അതിൽ കിട്ടിക്കൊണ്ടിരിക്കും. സോ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. സോ കാര്യം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോവാണ്. കുറച്ച് ടൈപ്പ് ഓഫ് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഈ തന്നിട്ടുള്ള ഫോം വെച്ചിട്ട് ഈ തന്നിട്ടുള്ളത് എന്താണ്? ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. സൊല്യൂഷൻ നമുക്ക് അവിടെ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും. എക്സിന്റെ വാല്യൂ എന്തൊക്കെ ആവുമ്പോഴാണ് അത് 0 ആവുക? എക്സിന്റെ വാല്യൂ 1 ആവുന്ന സമയത്തും എക്സിന്റെ വാല്യൂ 2 ആവുന്ന സമയത്തും. സോ ഇതിന്റെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1,2 ആയിരിക്കും. അതെന്താണ്? ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അതിനകത്ത് 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. എക്സ് സ്ക്വയർ 4 ആവുന്ന സമയത്ത് എക്സിന് ഏതൊക്കെ വാല്യൂസ് ആ ഉള്ളത്? -2 ഉണ്ടാവാം, +2 ഉണ്ടാവാം. ഈ രണ്ട് വാല്യൂസ് ആവുന്ന സമയത്ത് മാത്രമേ എക്സ് സ്ക്വയർ 4 ആവുള്ളൂ. ഇനി ഇവിടെ എക്സ് എവിടെയാണ് ബിലോങ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പറിലാണ് ബിലോങ് ചെയ്യുന്നത്. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആരുണ്ടാവില്ല? -2 ഉണ്ടാവില്ല. സോ ആ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 2 ആയിരിക്കും. സെറ്റ് 2 അത് ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റ് ആണ്. ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫൈനൈറ്റ് സെറ്റ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് 2x-1 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2x-1 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ 2x ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/2 ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു 1/2 ആയിരിക്കും. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കുക. എക്സ് ബിലോങ്സ് ടു എൻ. 1/2 എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ നാച്ചുറൽ നമ്പർ അല്ലാത്തത് കൊണ്ട് ആ സെറ്റിനകത്തുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എലമെന്റ് ആയിരിക്കും. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 5 എന്ന് ഇടാം. എന്ത് തന്നെ ആയാലും 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. സോ അതും ഫൈനൈറ്റ് ആണ്. ആദ്യത്തെ 3 എണ്ണവും ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് കിട്ടി. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് എ പ്രൈം. പ്രൈം നമ്പർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ. പ്രൈം ഏതൊക്കെയാ വരുന്നത്? പ്രൈം എന്ന് പറയുമ്പോൾ 2 വരും, 3 വരും, 5 വരും, 7 വരും, 11 വരും. ഇങ്ങനെ ഇത് എവിടം വരെ കണ്ടിന്യൂ ചെയ്തു പോകും? ഇത് ഇൻഫിനിറ്റി വരെ കണ്ടിന്യൂ ചെയ്തു പോകും. നമുക്കറിയില്ല ലാസ്റ്റ് പ്രൈം നമ്പർ ഏതാണെന്ന്. സോ ഇതൊരു കണ്ടിന്യൂസ് സെറ്റ് ആണ്. ഇതിന് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവില്ല. ഇത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂല. എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ആൻഡ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് എൻ ഓഡ്. ഓഡ് നമ്പർ ആയിട്ടുള്ള ഏതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പറ്റില്ലേ? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിനകത്ത് സോൾവ് ചെയ്യാൻ ഉള്ളത്. ദെൻ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതും നമുക്ക് എവിടെ തന്നെയുണ്ട്? ആ പേര് തന്നെയുണ്ട്. ഒരു സെറ്റ് എപ്പോഴാണ് മറ്റൊരു സെറ്റിന് ഈക്വൽ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഈക്വൽ ആവുന്ന സമയത്താണ് ഒരു സെറ്റ് വേറൊരു സെറ്റിന് ഈക്വൽ ആവുന്നത്. So, two sets A and B are said to be equal if they have exactly the same elements and we write A equal to B. Exact same elements ആവുന്ന സമയത്താണ് നമുക്ക് A equal to B എന്ന് എഴുതാൻ പറ്റുക. Otherwise, the sets are said to be unequal and we can write A not equal to B. അപ്പോൾ നമ്മൾ രണ്ട് സെറ്റിന്റെ എക്സാമ്പിൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4. ഇവിടുത്തെ എലമെന്റ്സ് ഏതൊക്കെയാ? 1 2 3 4. ഇനി നമ്മൾ വേറൊരു സെറ്റ് നോക്കുക, 3 1 4 2. ഈ 3 1 4 2 എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ 1 2 3 4 എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിലും നമ്പർ ഓഫ് എലമെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇത് മാത്രമല്ലേ വരുന്നുള്ളൂ രണ്ടിനകത്തും. സോ എലമെന്റ്സ് എന്താണ്? സെയിം ആണ്. ഓർഡർ സെയിം അല്ലെങ്കിലും എലമെന്റ്സ് എന്താണ്? സെയിം ആണ്. Therefore we can write A equal to B. ഇത് ഒരു ഈക്വൽ സെറ്റിന് എക്സാമ്പിൾ ആണ്. സോ ഇപ്പൊ നമ്മൾ പഠിച്ച 3 കൺസെപ്റ്റും പേരുന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്ത്? എം ടി സെറ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനൈറ്റ് സെറ്റ്, അതുപോലെ ഈക്വൽ സെറ്റ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഈക്വൽ? ജസ്റ്റിഫൈ യുവർ ആൻസർ. തന്നിട്ടുള്ള പെയർസ് ഓഫ് സെറ്റിനകത്തുനിന്ന് ഈക്വൽ സെറ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ അലോയ് ആൻഡ് ബി ഇസ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ലോയൽ. അപ്പൊ എലമെന്റ്സ് എടുത്ത് എലോയ് എന്ന് പറയുന്നതിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? എ ഉണ്ട്, എൽ ഉണ്ട്, ഒ ഉണ്ട്, വൈ ഉണ്ട്. ഈ 4 എലമെന്റ്സ് ആണ്, 4 ലെറ്റേഴ്സ് ആണുള്ളത്. ഇനി ലോയൽ എന്ന് പറയുന്നതിന്റെ എലമെന്റ്സ് എടുത്ത് എഴുതിയാൽ എന്തൊക്കെ ഉണ്ടാവും? എൽ ഉണ്ട്, ഒ ഉണ്ട്, എ ഉണ്ട്, വൈ ഉണ്ട്. ഈ 4 എലമെന്റ്സേ ഉള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ഈ 2 എലമെന്റ്സും എന്താണെന്ന് പറയാം? സെയിം ആണെന്ന് പറയാം. സെയിം എലമെന്റ്സ് ആയതുകൊണ്ട് ഈ 2 സെറ്റും എന്താണ്? ഈക്വൽ ആണ്. സോ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഈക്വൽ സെറ്റിന് എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് A equal to n such that n belongs to Z and n square less than or equal to 4. n എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. n square less than or equal to 4 ആണ്. n square less than or equal to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n സ്ക്വയറിന്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? -2 ആയിരിക്കും. -1 ഉണ്ടാവാം, 0 ഉണ്ടാവാം, 1 ഉണ്ടാവാം, 2 ഉണ്ടാവാം. ഈ 5 എലമെന്റ്സ് ആണ് ഈ ഫസ്റ്റ് സെറ്റിനകത്ത് വരുന്നതെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്ത് തന്നെ ആയാലും ഈ സൊല്യൂഷൻ സെറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക.
2 എലമെന്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇതെന്താണ് ഇത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഒരു ഇക്വേഷന് ഒരിക്കലും 2ൽ കൂടുതൽ സൊല്യൂഷൻ കിട്ടൂല. സോ ഇതിന്റെ സൊല്യൂഷൻ 2 ഉണ്ടാവുള്ളൂ. നമ്മുടെ ആദ്യത്തെ സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ട് ഇവിടെ? 5 എലമെന്റ്സ് ഉണ്ട്. സോ ഒരിക്കലും ഈ 2 സെറ്റും ഈക്വൽ ആവൂല. ഇത് നിങ്ങൾ എക്സാമിനേഷന് ചെയ്യുന്ന സമയത്ത് ഈ സൊല്യൂഷൻ ചെയ്യണം, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം, ആ വാല്യൂസ് എടുത്ത് എഴുതണം. ഈ 2 എലമെന്റ്സും ഈ 4 എലമെന്റ്സിന് മാച്ചിങ് അല്ല എന്ന് പറയാ, എന്നിട്ട് പറയാ എ നോട്ട് ഈക്വൽ ടു ബി. ഈ രീതിയിലാണ് നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ്. സബ്സെറ്റ് അതും ആ പേരിനകത്ത് ഏകദേശം ഉണ്ട്. ഒരു സെറ്റിന്റെ സബ് ആയിട്ടുള്ള സെറ്റ്. എ സെറ്റ് എ ഈസ് സെഡ് ടു ബി എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എവറി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ എൻ എലമെന്റ് ഓഫ് ബി. അതായത് എ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എനകത്തുള്ള എല്ലാ എലമെന്റും എവിടെ വേണം? ബിക്കകത്ത് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനെ നമ്മൾ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സബ്സെറ്റ് എന്നതിനെ നമ്മൾ ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. നമ്മൾ യു തിരിച്ചിട്ട പോലത്തെ ഒരു സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിലെ കുഞ്ഞു പാർട്ടാണ് എന്തിനെ മീൻ ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞു പാർട്ടാണ്. കുഞ്ഞു പാർട്ട് എവിടേക്കാണോ വരുന്നത് അതാണ് നമ്മുടെ സബ്സെറ്റ്. അതിന്റെ വലിയ പാർട്ട്, അതായത് ഓപ്പണിംഗ് എൻഡ് ആണ് നമ്മുടെ സൂപ്പർ സെറ്റ് അല്ലെങ്കിൽ മെയിൻ സെറ്റ് എന്ന് പറയുന്നത്. സോ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. ഇഫ് വെനെവർ എ ബിലോങ്സ് ടു എ ദെൻ എ ബിലോങ്സ് ടു ബി. ഇതാണ് സബ്സെറ്റിന്റെ കൺസെപ്റ്റ്. സിമ്പിൾ ആണ്. ഒരു സെറ്റ് വേറൊരു സെറ്റിന്റെ സബ്സെറ്റ് ആവണമെങ്കിൽ ആ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റും നമ്മുടെ മെയിൻ സെറ്റിനകത്തും ഉണ്ടായിരിക്കണം. Using this symbol, we can write the definition of subset as follows. A is a subset of B if A belongs to A implies A belongs to B. ഇങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി ഒരു സബ്സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Since the empty set phi has no element, we agree to say that phi is a subset of every set. ഈ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഈ സബ്സെറ്റ് കൺസെപ്റ്റിനകത്ത് ഫൈ എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആയിരിക്കും. സോ നമ്മൾ ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു സബ്സെറ്റ് ഫൈ ഉണ്ടാവും. അതേപോലെ തന്നെ ആ സെയിം സെറ്റും ആ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഈ 2 കൺസെപ്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട്, അതുപോലെ സിംഗിൾട്ടൺ സെറ്റ് ഉണ്ട്. ഈ രണ്ടും പേര് തന്നെയുണ്ട്. സിംഗിൾട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള സെറ്റാണ്. അതിനകത്ത് ഒരൊറ്റ എലമെന്റേ ഉണ്ടാവുള്ളൂ. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ നോട്ട് ഈക്വൽ ടു ബി അല്ലാത്ത സമയത്ത് വരുന്ന ഏതൊരു എനെയും നമുക്ക് എന്ത് പറയാം? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഈക്വൽ ടു ബി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു സബ്സെറ്റ് തന്നെയാണ്. എവറി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അപ്പൊ എ നോട്ട് ഈക്വൽ ടു ബി ആവുന്ന സമയത്ത് എനെ നമ്മൾ എന്ത് പറയും? ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഈ ബിനെ നമ്മൾ സൂപ്പർ സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ആ മെയിൻ സെറ്റിനെ സൂപ്പർ സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. 4 എന്ന് പറയുന്ന ഒരു എലമെന്റ് എക്സ്ട്രാ എവിടെയുണ്ട്? ബിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. ബി എന്ന് പറയുന്നത് എയുടെ എന്താണ്? സൂപ്പർ സെറ്റ് ആണ് എന്നൊക്കെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ സെറ്റ് വിത്ത് ഓൺലി 1 എലമെന്റ് ഈസ് കോൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. പേര് തന്നെയുണ്ട്. ഒറ്റ എലമെന്റ് ഉള്ള സെറ്റിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാ. എക്സാമ്പിൾ ആണ് സെറ്റ് 1 അല്ലെങ്കിൽ സെറ്റ് എ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിൾ ആണ്. നമുക്ക് ഒരു എലമെന്റ് ഉള്ള ഏത് സെറ്റ് എഴുതിയാലും അത് സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിൾ ആണ്. സോ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്പർ സെറ്റിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നമ്പർ സിസ്റ്റത്തിനെ അറിയണം. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് നാച്ചുറൽ നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെഡ് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് ആണ്. ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. ടി എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണ്. ആർ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. അപ്പൊ ഈ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 2 3 4 ഇതാണ് സംഭവം. ഈ നാച്ചുറൽ നമ്പർ എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? ഇൻഡിജേഴ്സിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -∞ തൊട്ട് -2 -1 0 1 2 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇൻഫിനിറ്റി വരെ പോകും. അപ്പോ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? സെഡ് എന്ന് പറയുന്നത് നമ്മുടെ
എന്നിന്റെ ഒരു സൂപ്പർ സെറ്റ് ആണ്, അല്ലെങ്കിൽ n എന്ന് പറയുന്നത് സെഡിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി നമ്മൾ സെഡും ആറും കമ്പയർ ചെയ്യാം. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പർ ആണ്. -ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ എലമെന്റ്സും അല്ലെങ്കിൽ എല്ലാ നമ്പേഴ്സും ഇവിടെ വരും, റിയൽ നമ്പറിൽ വരും. സോ ക്യൂ എന്നും പറയാം. അപ്പൊ റാഷണൽ നമ്പറും ഇന്റിജേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി വിച്ച് ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് ആർ എന്ന് നമുക്ക് എഴുതാം. അതാണ് ഇവിടെ കൊടുത്തത് ക്യൂ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. അപ്പൊ n ഈസ് എ സബ്സെറ്റ് ഓഫ് സെഡ്, z ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ, ക്യൂ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. ഇനി ഇറാഷണൽ നമ്പേഴ്സ് എന്തിന്റെ സബ്സെറ്റ് ആണ്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും സൂപ്പർ സെറ്റ് ആണ്. അതായത് നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സെറ്റിനെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടി ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. ഇനി n ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ടി. അത് നമ്മൾ നോക്കുക. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും ഇറാഷണൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരൂല. ഇറാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരിക്കലും നമുക്ക് നാച്ചുറൽ നമ്പർ അതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് എഴുതാൻ പറ്റൂല. സോ ഇത്രയാണ് നമ്പർ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഈ സെറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതൊക്കെയാണ് നമ്പർ സിസ്റ്റം, ഏതൊക്കെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഇൻ കേസ് എക്സാമിന് വരികയാണെങ്കിൽ നമുക്ക് യൂസ് ആവും. അല്ലെങ്കിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇതൊരു സെറ്റ് ബിൽഡർ ഫോമിനകത്ത് ചിലപ്പോൾ ലെറ്റേഴ്സ് ആയിരിക്കും തരുന്നത്. അത് എന്ത് സിസ്റ്റം ആണ്, അതിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഇന്റർവെൽസ് ഓഫ് സബ്സെറ്റ്. ഇന്റർവെൽസ് ഓൺ ആർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ ഇന്റർവെൽ ഉണ്ട്, ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്, ഹാഫ് ഓപ്പൺ അല്ലെങ്കിൽ ഹാഫ് ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്. ഓപ്പൺ ഇന്റർവെൽ നമ്മൾ എപ്പോഴും എഴുതുന്നത് നോർമൽ ബ്രാക്കറ്റ് വെച്ചിട്ടാണ്. ഓർഡേർഡ് പെയർ പോലെ തന്നെ എ കോമ ബി അല്ലെങ്കിൽ എക്സ് കോമ വൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓപ്പൺ ഇന്റർവെൽ എഴുതുന്നത്. ഇനി സ്ക്വയർ ബ്രാക്കറ്റിലാണ് എന്ത് എഴുതുന്നത്? ക്ലോസ്ഡ് ഇന്റർവെൽ എഴുതുന്നത്. ഹാഫ് ഓപ്പണിനകത്ത് ഹാഫ് ഓപ്പൺ ആവാം, ഹാഫ് ക്ലോസ്ഡ് ആവാം. അപ്പൊ ഹാഫ് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ക്ലോസ്ഡ് ആവുന്ന സമയത്ത് എ കോമ ബി ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഓപ്പൺ ആക്കിയിട്ട് എൻഡിങ് ക്ലോസ് ആക്കാം. ഈ രണ്ട് രീതിയിലും എഴുതാം. ജസ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് മീനിങ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്ന സമയത്ത് ഇപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് എ കോമ ബി ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതാണ് കൺസെപ്റ്റ്. അവിടെ ഈക്വൽ ടു അപ്ലിക്കബിൾ ആണ്. ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിൽ അവിടെ എന്താണ് വരിക? ഈക്വൽ ടു ഇല്ല. എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇതാണ് കൺസെപ്റ്റ്. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് വേറെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ ഈക്വൽ ഉണ്ടാവും, ഓപ്പൺ ആണെങ്കിൽ അവിടെ ഈക്വൽ ഉണ്ടാവില്ല. ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോജിക് അപ്ലൈ ചെയ്യുക. ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ഇതൊന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല. അതായത് മൈനസ് ഇൻഫിനിറ്റി എന്താണെന്നോ അല്ലെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി എന്താണെന്നോ നമുക്കറിയില്ല. അപ്പൊ എന്തെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇടുക? അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരിക്കലും അത് ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഇടാൻ പറ്റില്ല. ഓപ്പൺ ഇന്റർവെല്ലിലാണ് എപ്പോഴും മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത്രയും കാര്യമാണ് ഈ ഇന്റർവെൽസ് ഓൺ സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലുള്ളത്. ജസ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മതി. ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരച്ചു കഴിഞ്ഞാൽ, സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചു കഴിഞ്ഞാൽ അവിടെ ഈക്വൽ ടു ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓപ്പൺ ആണെങ്കിൽ അവിടെ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് സെഷനിലേക്ക് നമ്മൾ വരികയാണ് യൂണിവേഴ്സൽ സെറ്റ്. അതും പേര് തന്നെ ഉണ്ട്, യൂണിവേഴ്സൽ ആയിട്ടുള്ള സെറ്റ്. എല്ലാ സെറ്റിന്റെയും മേജർ ആയിട്ടുള്ള നമ്മളൊരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ആ അവിടുത്തെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അവിടെ നോക്കുന്ന സിറ്റുവേഷനിലെ ഏറ്റവും വലിയ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഇൻ എ ഗിവൻ സിറ്റുവേഷൻ we consider the basic set relevant to the context is called a universal set. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എല്ലാ സെറ്റും നമ്മുടെ ആ ഒരു കോണ്ടെക്സ്റ്റില് എല്ലാ സെറ്റും എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നമ്പർ സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽ നമ്പർ എന്താണ്? അവിടത്തെ ഒരു നമ്പർ സിസ്റ്റത്തിലെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഏതൊരു നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും റിയൽ നമ്പേഴ്സിന്റെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഈ ആർ എന്ന് പറയുന്നത് ജനറലി നമ്മൾ ആ ഒരു കൺസിഡർ ചെയ്ത സിറ്റുവേഷനകത്ത് ആർ എന്ന് പറയുന്നത് അവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. സോ കൺസെപ്റ്റ് ക്ലിയർ ആണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബേസിക് ആയിട്ടുള്ള സെറ്റ്. എല്ലാ ബാക്കി ആ ഒരു കോണ്ടെക്സ്റ്റിലെയും എല്ലാ സെറ്റും ഈ മെയിൻ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് വെൻ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് കൂടെ പഠിക്കാനുണ്ട്. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിട്ടുള്ള സെറ്റിനെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ വരയ്ക്കുന്നതിനെയാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ് ദാറ്റ് ക്യാൻ ബി ഷോൺ യൂസിങ് വെൻ ഡയഗ്രം. ഒരു സെറ്റ് തമ്മിലുള്ള റിലേഷനെ നമ്മൾ വെൻ ഡയഗ്രം വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ ഒരു വെൻ ഡയഗ്രത്തിനകത്ത് സ്ക്വയർ ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ഈ സ്ക്വയറിനകത്ത് വരയ്ക്കുന്ന ഓരോ സർക്കിളിനെയും നമ്മൾ അതിന്റെ സബ്സെറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള എലമെന്റ്സിനെ നമ്മൾ ഈ സർക്കിളിനകത്ത് ലിസ്റ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു റിയൽ നമ്പറിന്റെ സെറ്റാണ് വരയ്ക്കുന്നതെങ്കിൽ 6 ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് മെയിൻ സെറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒരു സ്ക്വയറിൽ വരയ്ക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് വരയ്ക്കാം, ഇൻറ്റിജർ വരയ്ക്കാം, Z. ഇനി അതിനുള്ളിൽ വീണ്ടും നമ്മൾ ഒരു സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരയ്ക്കാം, നമുക്ക് അവിടെ നാച്ചുറൽ നമ്പർ വരയ്ക്കാം. ഇനി ഇതിന് പുറത്ത് നമുക്കൊരു റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് കൊടുക്കാം, ഇറാഷണൽ നമ്പർ T വരയ്ക്കാം. സോ ഇങ്ങനെയാണ് വെൻ ഡയഗ്രം ഓഫ് എന്ത് വരുന്നത്, നമ്പർ സിസ്റ്റം വരുന്നത്. ഇവിടെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് U എന്ന് പറയുന്നത് എന്താണ് 19753. ഈ മൊത്തം എലമെന്റ്സ് 2 4 1 10 8 ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്, യൂണിവേഴ്സൽ സെറ്റ് വരുന്നുണ്ട്. ഇനി A എന്ന് പറയുന്ന സെറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെ ഉണ്ടാവും, 2 ഉണ്ടാവും, 4 ഉണ്ടാവും, 6 ഉണ്ടാവും, 10 ഉണ്ടാവും, 8 ഉണ്ടാവും. ഇനി നമ്മൾ B എന്ന് പറയുന്ന സെറ്റിൽ നോക്കുകയാണെങ്കിൽ ആരൊക്കെ ഉണ്ടാവുള്ളൂ, 4ഉം 6ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഉള്ളിലോട്ട് വരും തോറും നമ്മുടെ എലമെന്റ്സ് കുറഞ്ഞു വരും, പുറമേക്ക് വരും തോറും എലമെന്റ്സ് കൂടി വരും. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. വെൻ ഡയഗ്രത്തിൽ നിന്ന് ഡയറക്റ്റ് പ്രോബ്ലം ചോദിക്കാറില്ല. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നിട്ട് അത് വെൻ ഡയഗ്രം വെച്ച് പ്രൂവ് ചെയ്യാനാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെഷനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. റൈറ്റ് ഡൗൺ ഓൾ ദ സബ്സെറ്റ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. തന്നിട്ടുള്ള സെറ്റിന്റെ എല്ലാ സബ്സെറ്റും എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് എ. ഇതിന്റെ സബ്സെറ്റ് ഏതൊക്കെയായിരിക്കും, സെറ്റ് എയുടെ സബ്സെറ്റ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഈസ് ഇറ്റ്സെൽഫ് എ സബ്സെറ്റ്. എ എന്ന് പറയുന്നത് അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. 5 അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. വേറെ എലമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ 2 സബ്സെറ്റ് മാത്രമേ സെറ്റ് എക്കുള്ളൂ. ഇനി നമ്മൾ സെറ്റ് എ കോമ ബി നോക്കുകയാണെങ്കിൽ സെറ്റ് എ കോമ ബി നമ്മൾ പറഞ്ഞു അതേ സെറ്റ് എന്ത് തന്നെയാണ്, അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി നമുക്ക് സെറ്റ് എ എഴുതാം, അതേപോലെ തന്നെ സെറ്റ് ബി എഴുതാം. കഴിഞ്ഞോ, ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് 5 കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 എല്ലാത്തിന്റെയും സബ്സെറ്റ് ആണ്. സോ ഈ 4 സബ്സെറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ 1 2 3 നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ എഴുതും, സെറ്റ് 1 2 3 സെയിം സെറ്റ് നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം, സെറ്റ് 1 3 എഴുതാം, സെറ്റ് 1 2 എഴുതാം, അതേപോലെ തന്നെ സെറ്റ് 2 3 എഴുതാം, അല്ലെങ്കിൽ സെറ്റ് 2 1 എഴുതാം. ഇനി നമുക്ക് എന്ത് എഴുതാം, സെറ്റ് 1 എഴുതാം, സെറ്റ് 2 എഴുതാം, സെറ്റ് 3 എഴുതാം. സെറ്റ് 1 2ഉം സെറ്റ് 2 1ഉം നമ്മൾ എഴുതിയതിൽ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെറ്റ് 1 2ഉം സെറ്റ് 2 3 2 1ഉം എഴുതാൻ പറ്റില്ല. കാരണം അവിടെ എന്താണ്, എലമെന്റ്സ് സെയിം ആണ്. എലമെന്റ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. സോ ഇത്രയും നമ്മൾ എഴുതി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതാണ്, അതായത് 2 ഉള്ള 3 എണ്ണം, 1 ഉള്ള 3 എണ്ണം, 3 ഉള്ള 1. ഇനി നമുക്ക് ബാക്കിയുള്ളത് എം ടി സെറ്റ് 5 ആണ്. അപ്പോൾ 5. ഇപ്പൊ ടോട്ടൽ നമ്മൾ സെറ്റ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8. 8 സെറ്റാണ്, 8 സബ്സെറ്റ് ആണ് ഇതിനുള്ളത്. ഇനി നമ്മൾ 5 നോക്കിക്കഴിഞ്ഞാലോ, 5ക്ക് ഏത് മാത്രമേ സബ്സെറ്റ് ഉള്ളൂ, 5 മാത്രമേ സബ്സെറ്റ് ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ് n ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. ഇപ്പൊ 5 എന്ന് പറയുന്ന സെറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്, 0 എലമെന്റ്സ് ആണ്. 2 0 which is equal to 1, ഒരൊറ്റ സബ്സെറ്റേ ഉള്ളൂ. ഇനി
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റ് എ, അവിടെ ഒരൊറ്റ എലമെന്റ് ഉള്ളൂ. അപ്പൊ 2⁻1 is equal to 2. രണ്ട് സബ്സെറ്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ് എ ബി, രണ്ട് എലമെന്റ്സ് ആണ്. 2⁻2 4, 4 സബ്സെറ്റ് ആണ്. ഇനി നെക്സ്റ്റ് 1 2 3 എന്ന് പറയുമ്പോൾ 2⁻3 which is equal to 8. അവിടെ എത്ര സബ്സെറ്റ് വരുന്നുണ്ട്? നമുക്ക് 8 സബ്സെറ്റ് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് ഈക്വൽ ടു 2⁻n. ഇക്വേഷൻ കൃത്യമായിട്ട് അറിയണം. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്യാൻ പറ്റണം. ഇത്രയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് സെഷനകത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. നമ്മുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ എന്തായിരുന്നു? സെറ്റിന്റെ ബേസിക് ആയിരുന്നെങ്കിൽ ഇനി ഈ സെറ്റ് വെച്ച് എന്തൊക്കെ ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് സെഷനിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, യൂണിയൻ ഓഫ് സെറ്റ്. The union of two sets A and B is a set of all elements which belongs to A or B or both. എയിലും ബിയിലും അല്ലെങ്കിൽ രണ്ടിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. യൂണിയൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ യൂണിയൻ ബി, എ യു ബി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവും? ഈ യൂണിയൻ സെറ്റിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ സെറ്റ് 1 2, അതേപോലെ സെറ്റ് 3 1 ആണെങ്കിൽ ഇതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിനകത്ത് 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും. ഈ 3 എലമെന്റ്സും ഉണ്ടാവും. ഈ രീതിയിലാണ് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് യൂണിയൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണെങ്കിൽ രണ്ടിനകത്തും ഉള്ള എലമെന്റ്സ് ആണെങ്കിൽ യൂണിയൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ദ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് കോമൺ ഇൻ ബോത്ത് എ ആൻഡ് ബി. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള എലമെന്റ് മാത്രമാണ്. അപ്പൊ ഇത് രണ്ടും മാത്രമാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ സെറ്റ് 1 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെറ്റ് 2 3 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇന്റർസെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ? സെറ്റ് 2 മാത്രമാണ്. ഇതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. യൂണിയൻ നമ്മൾ യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ ഇന്റർസെക്ഷനെ നമ്മൾ യു തിരിച്ചിട്ടത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇന്റർസെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. യൂണിയനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് എന്ത് വെച്ചായിരുന്നു? യു വെച്ചിട്ട് ആയിരുന്നു. സോ യൂണിയൻ, ഇന്റർസെക്ഷൻ, ഈ രണ്ട് കൺസെപ്റ്റും ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് സെറ്റ്. നെക്സ്റ്റ് ഓപ്പറേഷൻ, രണ്ട് സെറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ മൈനസ് ചെയ്യുന്ന സെയിം കൺസെപ്റ്റ്, സെറ്റിനെ അങ്ങ് മൈനസ് ചെയ്യാം. അപ്പോൾ സെറ്റ് എയുടെയും സെറ്റ് ബിയുടെയും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ്. ദ ഡിഫറൻസ് ഓഫ് സെറ്റ് എ ആൻഡ് ബി ഇസ് എ സെറ്റ് ഓഫ് എലമെന്റ് വിച്ച് ബിലോങ്സ് ടു എ ബട്ട് നോട്ട് ടു ബി. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ മൈനസ് ബി വെച്ചിട്ടാണ്. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് ഈ എലമെന്റ്സ് മാത്രമായിരിക്കും ആ സെറ്റിനകത്ത് ഉണ്ടാവുക. അപ്പോൾ എ മൈനസ് ബി ചെയ്യുന്ന സമയത്ത് സെറ്റ് 1 2 ഉണ്ട്, സെറ്റ് 2 3 ഉണ്ടെങ്കിൽ എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെന്റ് ഏതാണ്? 2 എയിലുണ്ട്, ബിയിലുണ്ട്. സോ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെന്റ് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ സെറ്റ് 1 ആണ് എന്ത് വരുന്നത്? അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണ്. മൈനസ് ചെയ്യുക ഫസ്റ്റ് സെറ്റിലുള്ളതും സെക്കൻഡ് സെറ്റിൽ ഇല്ലാത്തതും. ദെൻ ലാസ്റ്റ് ഇതിനകത്തുള്ള ഒരു ഓപ്പറേഷൻ ആണ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എന്നാൽ നമുക്ക് തന്നിട്ടുള്ള സെറ്റിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്. എയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് എയിൽ ഇല്ലാത്തത്. അപ്പൊ നമ്മുടെ മെയിൻ സെറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് മെയിൻ സെറ്റിലുള്ളതും എന്നാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് 1 2 3 എടുത്തു. അതേപോലെ നമ്മൾ എ എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് 1 മാത്രം എടുത്തു. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലില്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് 2 3. ഈ രീതിയിലാണ് കോംപ്ലിമെന്റ് വർക്ക് ആവുന്നത്. സോ അതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ജനറൽ ആയിട്ട് നമ്മൾ ഒരു ടേബിളിൽ കൊണ്ടുവന്നെയാണ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ആണ് ഈ യൂണിയനും ഇന്റർസെക്ഷനും. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി യൂണിയൻ യുക്ക് ഈക്വൽ ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി ഇന്റർസെക്ഷൻ എക്ക് ഈക്വൽ ആയിരിക്കും. ഇനി അസോസിയേറ്റീവ് ലോ സെക്കൻഡ് ലോ ആണ്. അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ ബ്രാക്കറ്റില് ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ബ്രാക്കറ്റില് യൂണിയൻ സി. അതായത് ബി യൂണിയൻ സി ചെയ്തിട്ട് എ യൂണിയൻ ബി യൂണിയൻ സി ചെയ്യുന്നതും എ യൂണിയൻ ബി ചെയ്തിട്ട് എ യൂണിയൻ ബി യൂണിയൻ സി ചെയ്യുന്നതും ഈക്വൽ ആണ്. നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് സെറ്റ് തമ്മിലുള്ള യൂണിയൻ എടുത്താലും അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റ് തമ്മിലുള്ള യൂണിയൻ എടുത്താലും സെയിം തന്നെ ആയിരിക്കും എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. സെയിം എന്തിലും അപ്ലിക്കബിൾ ആണ്. സെയിം പ്രോപ്പർട്ടി ഇന്റർസെക്ഷനും അപ്ലിക്കബിൾ ആണ്. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ പഠിക്കാനുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ആ ഒരു എന്താണ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. യൂണിയൻ ഇന്റർസെക്ഷൻ യൂണിയൻ ഇന്റർസെക്ഷൻ യൂണിയൻ. ഇനി ഇന്റർസെക്ഷൻ യൂണിയൻ ആണെങ്കിൽ ഇന്റർസെക്ഷൻ യൂണിയൻ ഇന്റർസെക്ഷൻ. ഈ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വരുന്നത്. പഠിക്കാൻ എളുപ്പമാണ്. ദെൻ നെക്സ്റ്റ് ഐഡന്റിറ്റി ലോ ആണ്. ഐഡന്റിറ്റി ലോയിൽ രണ്ട് രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എ യൂണിയൻ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എനെ ഫൈയുമായിട്ട് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എ തന്നെയാണ് കിട്ടുക. എ ഇന്റർസെക്ഷൻ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും കിട്ടുക. ഇനി ഡൊമിനേഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ യു യൂണിവേഴ്സൽ സെറ്റ് യു ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് തന്നെ കിട്ടും. എ ഇന്റർസെക്ഷൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ തന്നെയായിരിക്കും. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയുന്നത്. ഐഡംപൊട്ടന്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ എ ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ. സിമ്പിൾ ആണ്. എ യൂണിയൻ എയും എ ഇന്റർസെക്ഷൻ എയും എ തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ കോംപ്ലിമെന്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യു. അതേപോലെ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ഫൈ. അവിടെ ഫൈ ആയിരിക്കും കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോയിലേക്കാണ് പോകുന്നത്. ഡിമോർഗൻസ് ലോ. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിമോർഗൻസ് ലോ അവർ തരും. ഇത് പ്രൂവ് ചെയ്യാനാണ് എക്സാമിന് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് ഡിമോർഗൻസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമോർഗൻസിന്റെ രണ്ട് ലോ നമുക്ക് പഠിക്കാനുണ്ട്. ഡിമോർഗന്റെ ഫസ്റ്റ് ലോ പറയുന്നത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. യൂണിയൻ ബ്രാക്കറ്റിനുള്ളിലാണെങ്കിൽ പുറമെ എന്തായിരിക്കണം? ഇന്റർസെക്ഷൻ ആയിരിക്കണം. ഇനി ബ്രാക്കറ്റിനുള്ളിൽ ഇന്റർസെക്ഷൻ ആണെങ്കിൽ പുറമെ എന്തായിരിക്കണം? യൂണിയൻ ആയിരിക്കണം. അതാണ് സെക്കൻഡ് ലോ. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിമോർഗൻസ് ലോയിൽ പഠിക്കാനുള്ളത്. ഇനി ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റേഷനും അതുപോലെ ലോ ഓഫ് എം ടി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. ഇതും ജസ്റ്റ് ഒരു പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ. അതായത് എയുടെ കോംപ്ലിമെന്റ് എടുത്ത് വീണ്ടും നമ്മൾ എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയിലേക്ക് തന്നെ തിരിച്ചെത്തും. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ദെൻ യൂണിവേഴ്സൽ സെറ്റിന്റെ ലോ എന്ന് പറയുന്നത് ഫൈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ആയിരിക്കും. അതായത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ഇനി യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ യൂണിവേഴ്സൽ സെറ്റുകൾ എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അതിനൊരു കോംപ്ലിമെന്റ് ഇല്ല. അത് ഫൈ ആണ്. ഈ ലോയും ഈ പ്രോപ്പർട്ടിയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ എന്താണ് പ്രോപ്പർട്ടി, അതിന്റെ പേരും അതിൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ബാക്കി ലോ ആണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ, അതായത് ഫൈ കോംപ്ലിമെന്റ് എന്താണെന്നൊക്കെയാണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ ജസ്റ്റ് ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസിനകത്ത് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലംസ് ആണ് പഠിക്കാനുള്ളത്. കുറച്ച് പ്രോബ്ലംസ് കൂടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയും കൺസെപ്റ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് സെറ്റ് പഠിച്ചു. അതിനകത്ത് ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, എം ടി സെറ്റ്, അതുപോലെ സിംഗിൾട്ടൺ സെറ്റ്, പ്രോപ്പർ സെറ്റ്, സബ്സെറ്റ്, ഇത്രയും കൺസെപ്റ്റ് ഇതൊക്കെ നമുക്ക് പേരെന്ന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ
രണ്ട് ടൈപ്പിൽ സെറ്റിനെ എഴുതാന്ന് പറഞ്ഞു. സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എന്താണ് സെറ്റിന്റെ ഓപ്പറേഷൻസ് പഠിച്ചു. യൂണിയൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, കോംപ്ലിമെന്റ് ഉണ്ട്. ഈ 4 പ്രോപ്പർട്ടീസ്, അതിന്റെ 4 ഓപ്പറേഷൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഒരു ഡിമോർഗൻ ലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൺസെപ്റ്റ് വൈസ് പഠിച്ചത്. ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 2 4 6 8 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 6 8 10 12 ഫൈൻഡ് എ യൂണിയൻ ബി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റ് ചെയ്യുക, അതായത് എല്ലാ എലമെന്റ്സിനെയും എടുത്ത് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാം? സെറ്റ് 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. 6ഉം 8ഉം സെക്കൻഡ് സെറ്റിലുണ്ട്. അത് കൂടാണ്ട് ആരൊക്കെയുണ്ട്? 10 ഉണ്ട്, 12 ഉണ്ട്. ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ആൻഡ് ഹെൻസ് ഷോ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി. എ ഇന്റർസെക്ഷൻ ബി, ഇതിനകത്ത് എ ഇന്റർസെക്ഷൻ ബി ചെയ്യുന്ന സമയത്ത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയുള്ളത് എന്നുള്ളത് എടുത്ത് എഴുതണം. സോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 1 നമ്മൾ നോക്കുക, 1 ബിക്കകത്തില്ല, അപ്പോൾ എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് വരില്ല. നമ്മൾ 2 നോക്കുകയാണെങ്കിൽ 2 എയിലുണ്ട്, 3 ബിയിലുണ്ട്. 3 നോക്കുകയാണെങ്കിൽ എയിലുണ്ട്, ബിയിലുണ്ട്. 4 നോക്കുകയാണെങ്കിൽ എയിലുണ്ട്, പക്ഷെ ബിയിലില്ല, ഇന്റർസെക്ഷനകത്ത് വരില്ല. നെക്സ്റ്റ് വൺ 5 ആണ്, 2ലുണ്ട്. അടുത്തത് 6 ആണ്, ഇല്ല. ദെൻ 7 ആണ്. നമ്മൾ 8ഉം 9ഉം 10ഉം നോക്കുകയാണെങ്കിൽ ബിയിലില്ല. സോ ഇത്രയും എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബിയിൽ വരുന്നത്. ഇനി ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് 2 3 5 7 ആണ്. സോ therefore എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ആണെന്ന് പറയാം. സിമ്പിൾ ആണ്. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇന്റർസെക്ഷൻ ചെയ്യുക, ബി എടുത്ത് എഴുതുക, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6, ബി ഈക്വൽ ടു സെറ്റ് 2 4 6 8. ഫൈൻഡ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. എ മൈനസ് ബി കൺസെപ്റ്റ് എന്താണ്? എയിലുള്ളതും ബിയിലില്ലാത്തതും. അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു എയിലുള്ളത് ആരൊക്കെയാ? 1 ഉണ്ട്, ബിയിലില്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 1 എഴുതുക. 2 നോക്കുക, 2 എയിലുണ്ട്, ബിയിലുണ്ട്, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് 3 ബിയിലില്ല. ദെൻ 4 ആണെങ്കിൽ ബിയിലും ബിയിലും ഉണ്ട്, എഴുതാൻ പറ്റില്ല. 5 നോക്കുകയാണെങ്കിൽ എവിടെയുണ്ട്? എയിലുണ്ട്, ബിയിലില്ല. 6 നോക്കുകയാണെങ്കിൽ എയിലും ബിയിലും ഉണ്ട്. സോ ഇത്രയാണ് എ മൈനസ് ബി വരുന്നത്. ഇനി ബി മൈനസ് എ നമ്മൾ നോക്കുകയാണെങ്കിൽ സെറ്റ് 2 രണ്ടിലും ഉണ്ട്. ഇനി 4 നോക്കിയാൽ രണ്ടിലും ഉണ്ട്, 6 നോക്കിയാൽ രണ്ടിലും ഉണ്ട്, 8 നോക്കിയാലോ എയിലില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സെറ്റ് 8. ഇതാണ് ബി മൈനസ് എ. സോ ഈ രീതിയിലാണ് എ മൈനസ് ബിയും ബി മൈനസ് എയും നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സെറ്റ് തന്നിട്ടുണ്ട്, സെറ്റ് ബിൽഡർ ഫോമിലാണ്. 4 സെറ്റ് തന്നിട്ടുണ്ട് സെറ്റ് ബിൽഡർ ഫോമിൽ. എ ഇന്റർസെക്ഷൻ ബി കാണണം, എ ഇന്റർസെക്ഷൻ സി കാണണം. അതായത് എല്ലാത്തിന്റെയും ഇന്റർസെക്ഷൻ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ള സെറ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ എടുത്തെഴുതി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതിനെ ഒരു റോസ്റ്റർ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ, അപ്പോൾ എ ഈസ് എ നാച്ചുറൽ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, എക്സെട്ര ഇൻഫിനിറ്റി ആണ്. ഇനി നെക്സ്റ്റ് വൺ, ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ. ബി എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ നമ്പർ ആണ്. ഈവൻ നാച്ചുറൽ നമ്പർ ഏതൊക്കെയാ? 2 4 6 8 ഇങ്ങനെ പോകുന്നതാണ് ഈവൻ നാച്ചുറൽ നമ്പർ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന സെറ്റ് ഈസ് എ ഓഡ് നാച്ചുറൽ നമ്പർ, 1 3 5 7 എക്സെട്ര. ഇനി ഡി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എവിടെ നോക്കിയാ ഏതൊക്കെയാ വരിക? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. ഇങ്ങനെ 9 ഇല്ല, 7 കഴിഞ്ഞാൽ 11 ആണ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എയിലും ബിയിലും കോമൺ ആയിട്ട് എല്ലാ ബിയും വരും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, സെറ്റ് ബി ആണ് വരുന്നത്. ഇനി എ ഇന്റർസെക്ഷൻ സി, സെയിം ആണ് കൺസെപ്റ്റ്. ഓഡ് നമ്പേഴ്സ് എല്ലാം എവിടെയുണ്ട്? നാച്ചുറൽ നമ്പറിലുണ്ട്. സോ എ ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ സി തന്നെയാണ്. ഇനി എ ഇന്റർസെക്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഇന്റർസെക്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവിടെ വരും?
നമ്മുടെ എയുടെ നാച്ചുറൽ നമ്പറിന്റെ സബ്സെറ്റ് ആയിട്ട് തന്നെ വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഡി. ഇനി ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പറും ഓഡ് നമ്പറും ഒരേ സമയമായിട്ടുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? 5 ആണ്. ഇനി ബി ഇന്റർസെക്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെ വരുമായിരിക്കും? കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഇതിനകത്ത് നമുക്ക് 2 ഉണ്ട്. പിന്നെ ഏതൊക്കെയുണ്ട് നോക്കുക. ഒരേ ഒരു പ്രൈം നമ്പർ, ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. വേറെ ഒരു ഈവൻ നമ്പറിനും എന്തില്ല? പ്രൈം ഇല്ല. സോ ഇതിന്റെ ആൻസർ സെറ്റ് 2 ആയിരിക്കും. ഇനി സി ഇന്റർസെക്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പർ ആയിട്ടുള്ളതിൽ ഏതൊക്കെയുണ്ട്? അത് ഏതൊക്കെ വരും? നമുക്ക് ഡി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് എല്ലാം 2 ഒഴികെ ബാക്കി എല്ലാം എന്ത് തന്നെ ആയിരിക്കും? ഓഡ് നമ്പർ തന്നെ ആയിരിക്കും. എല്ലാം ഓഡ് നമ്പർ തന്നെ ആയിരിക്കും. സോ ഇത് ഡി വരും, പക്ഷെ എന്തുണ്ടാവില്ല? 2 ഉണ്ടാവില്ല. ഡി മൈനസ് സെറ്റ് 2. ഈ രീതിയിലാണ് ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് വരുന്നത്. സിമ്പിൾ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ സിസ്റ്റം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. Then next question, if x is equal to set a b c d and y is equal to f b d g, find x minus y. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എക്സിലുള്ളതും വൈയിലില്ലാത്തതും, എക്സിലുള്ളതും വൈയിലില്ലാത്തതും ഏതൊക്കെയാ? എ എക്സിലുണ്ട്, വൈയിലില്ല. അപ്പോ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ സെറ്റ് എ ഉണ്ട്. ബി ഉണ്ടോ? ഇല്ല. ബി വൈയിലുണ്ട്. അപ്പൊ ബി എഴുതാൻ പറ്റില്ല. സി നോക്കുകയാണെങ്കിൽ സി ഇല്ല. അപ്പോ സി ഉണ്ട്. ഇനി ഡി നോക്കിയാലോ? ഡി വൈക്കകത്തുണ്ട്. സോ അത് എഴുതാൻ പറ്റില്ല. ഇനി വൈ മൈനസ് എക്സ് എന്താണെന്നാണ് ചോദിച്ചത്. വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയിലുള്ളതും എക്സിലില്ലാത്തതും. വൈ മൈനസ് എക്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എഫ് വരും, അവിടെ ഇല്ല. ബിയും ഡിയും എവിടെയുണ്ട്? എക്സിനകത്തുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജി ആണ്, അത് എക്സിനകത്ത് ഇല്ല. സോ വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് എഫ് ജി. ദെൻ ലാസ്റ്റ് വൺ എക്സ് ഇന്റർസെക്ഷൻ വൈ. എക്സിലും വൈയിലും കോമൺ ആയിട്ട് ഉള്ളത്, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത്. കോമൺ ആയിട്ട് ആരൊക്കെയുള്ളത്? ബിയും ഡിയും ആണ് കോമൺ ആയിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. ഡിസ്ജോയിന്റ് സെറ്റ് ആണോ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഡിസ്ജോയിന്റ് സെറ്റിനകത്ത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 3 4 5 ഉണ്ട്. ഇവിടെ 3 കോമൺ ആണ്. ഇത് ഡിസ്ജോയിന്റ് സെറ്റ് അല്ല. അവിടെ എന്തുണ്ട്? 3 കോമൺ ആണ്. ഇനി എ ഇ ഐ ഒ യു, ഇവിടെ എ നോക്കുകയാണെങ്കിൽ അതും എ കോമൺ ആയിട്ട് അവിടെ ഉണ്ട്. ഡിസ്ജോയിന്റ് സെറ്റ് അല്ല. 2 6 10 14 ഇവിടെ നോക്കുകയാണെങ്കിൽ 4 എലമെന്റ്സും ഇല്ല. സോ വിച്ച് ഈസ് എ ഡിസ്ജോയിന്റ് സെറ്റ്. 2 6 10 3 7 11 ഇതും ഡിസ്ജോയിന്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. അവിടെ കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല. അതായത് ഇന്റർസെക്ഷൻ പൈ ആവുക എന്നുള്ളത് മാത്രമേ ഡിസ്ജോയിന്റ് മീൻ ചെയ്യുന്നുള്ളൂ. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. ഫൈൻഡ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം എയിലില്ലാത്തതും യുയിലുള്ളതും. എയിലില്ലാത്തതും യുയിലുള്ളതുമായിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? സെറ്റ് 2 ഉണ്ട്. 3 നോക്കുകയാണെങ്കിൽ എയിലുണ്ട്. 3 ഉണ്ട്, 4 ഇല്ല, 5 ഉണ്ട്, 6 ഇല്ല, 7 ഉണ്ട്, 8 ഇല്ല. ഇതാണ് എ കോംപ്ലിമെന്റ്. സോ സിമ്പിൾ ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിമോർഗൻസ് ലോയുടെ പ്രൂഫ് ആണ്. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് കാണണം. എയില് ഇല്ലാത്തത് എ കോംപ്ലിമെന്റ് ഏതൊക്കെയാ? സെറ്റ് 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഇനി ബി കോംപ്ലിമെന്റ് ചെയ്താലോ? ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബിയില് ഇല്ലാത്തതും യുയിലുള്ളതുമായിട്ടുള്ളത്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 4 5 ഇല്ല, 6 ഉണ്ട്. ഇനി ഇതിന്റെ ഇന്റർസെക്ഷൻ എടുക്കണം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ഇത് രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 6 ഉണ്ട്. അത് നമുക്ക് കിട്ടി. ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ എ യൂണിയൻ ബി കാണണം ആദ്യം. അപ്പൊ എ യൂണിയൻ ബി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 2 3 4 5 ഇതാണ് എ യൂണിയൻ ബി. ഇനി ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ എ യൂണിയൻ ബി
ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടുന്നത്? സെറ്റ് 1 ഉണ്ടാവും 6 ഉണ്ടാവും. സെയിം അല്ലേ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബിക്ക് ഇതും എന്ത് തന്നെയാണ്? ഈക്വൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെൻസ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സോ ഇത്രയുമാണ് ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് അല്ലാതെ വേറെ ഒന്നും തന്നെ ഈ ചാപ്റ്ററിൽ ഇല്ല. സെയിം കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലോജിക്കും വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമേ ഈ ചാപ്റ്ററിൽ ചോദിക്കുള്ളൂ. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് വരുന്നത്. സോ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി ഒരു വെൻ ഡയഗ്രത്തിന്റെ പ്രോബ്ലം ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തേക്കാം. ഈ ക്ലാസിന്റെ നോട്ട്സോ PDF നോട്ട്സോ അതുപോലെ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലേക്ക് ജസ്റ്റ് നോട്ട് എന്നൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, DM ചെയ്താൽ മതി. നിങ്ങൾക്ക് നോട്ട് PDF ആയിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്.